ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 37-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പിശാച് നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഒത്തിരി വിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവഭക്തിയിൽ ജീവിച്ചിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാകുന്നു. എന്നാൽ ഒരു വിശ്വാസവുമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇതാ ഉയർന്ന് ഉന്നതങ്ങളിലേക്ക് പോകുന്നു. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സഹനങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാതെ ഒത്തിരി ഉയരുന്നു. പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും സങ്കടങ്ങളും സഹനങ്ങളും വേദനകളും അവനെ അലട്ടുന്നു. അപ്പോൾ ഇതൊന്നും കാര്യമായിട്ടില്ല, ഇതിനെയൊന്നും നീ വിശ്വസിക്കേണ്ട എന്നുള്ള തരത്തിൽ പിശാച് നമ്മുടെ മുമ്പിലേക്ക് പല ചിന്തകളും ഇട്ടുതരാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇവിടെ വചനം പറയുകയാണ്, ദുഷ്ടനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുമെന്ന്. എന്നാൽ നമ്മുടെ വിശ്വാസം അതെന്നേക്കും സ്ഥിരമായിരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വേദനകളും സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തെ കണ്ടെത്തുവാനും ആ ദൈവസ്നേഹത്തിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.